നല്ല ഭംഗിയുള്ള കാഞ്ചി കോട്ടൺ സാരീസ് നമ്പർ 1 ആണ്. കണ്ടോ, ഇതേപോലെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ പർപ്പിൾ ഷെയ്ഡ് വിത്ത് ഒരു ബ്ലൂ ബോർഡർ ആണ്. ഇതേപോലെ സാരി വരിക. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഉടുത്തു കഴിഞ്ഞാൽ പല്ലു ഇതേപോലെ കേട്ടോ. കണ്ടോ, വിത്ത് ടാസിലായിട്ടാണ് പല്ലു വരുന്നത്. ബോഡിയിൽ അവിടെ ഇവിടെയായിട്ട് ഇതേപോലത്തെ ആ ഒരു ബുട്ട വീവിങ് ഗ്യാപ്പായിട്ട് വന്നിട്ടുണ്ട്. ബ്ലൗസ് എല്ലാത്തിൻ്റെയും റണ്ണിങ് ബ്ലൗസ് പീസാണ്, പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, നമ്പർ 1 സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. ഇതേപോലെ നമുക്കിത് ഫങ്ഷൻ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഇതേപോലെ വരും കേട്ടോ. ഇന്ന് 2 ടൈപ്പിലുള്ള സാരീസ് വരുന്നുണ്ട്, ഇങ്ങനെ ബുട്ട ബോഡിയിലുള്ളതും ഇല്ലാത്തതും ആയിട്ട്. ഇന്ന് 2 പ്രൈസ് റേഞ്ചിലുള്ള സാരീസ് വരുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ലിമിറ്റഡ് പീസായിട്ടാണ് വന്നിട്ടുള്ളത്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരിക, ഇതേപോലെ സാരി വരിക. ഇത് പല്ലുവിൻ്റെ അവിടേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ലൊരു ട്രഡീഷണൽ ലുക്ക് വേണമെന്നുള്ളവർക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേപോലെ സ്റ്റൈൽ ചെയ്യണത് ഭയങ്കര ഒരു ട്രെൻഡിങ് സംഭവമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, കണ്ടോ, ഇതൊരു ഗ്രീനും വരുന്നുണ്ട് കേട്ടോ. ഇതിലൊരു ഗ്രീനും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഒരു ഡബിൾ ഷെയ്ഡ് പോലെ. കണ്ടോ, ഇതേപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ഇങ്ങനെ വരും ഉടുത്ത് വരുമ്പോൾ. ബ്യൂട്ടിഫുൾ സാരി. പല്ലു ഇതേപോലെ, ബ്ലൗസ് എല്ലാത്തിൻ്റെയും റണ്ണിങ് വിത്ത് ബോർഡറാണ്, പ്ലെയിൻ ആയിട്ട് റണ്ണിങ് വിത്ത് ബോർഡറാണ്. വിത്ത് ടാസിൽസ് ആണ് പല്ലു വരുന്നത് കേട്ടോ. ഇതേപോലെ സാരി വരിക. ഇത് പല്ലുവിൻ്റെ അങ്ങോട്ടുള്ള ഭാഗമാണ് കേട്ടോ, ഈ ബുട്ട വരുന്നത് കൂടുതൽ വരുന്നത്. പല്ലു ഇതേപോലെ കേട്ടോ. ഈ സാരിക്ക് ടാസിൽ വന്നിട്ടില്ല. കണ്ടോ, നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ പിന്നെ ഇതെല്ലാം വീവിങ്ങിലാണ് സാരി വരുന്നത്, അതുകൊണ്ട് തന്നെ ത്രെഡ് പുള്ളിങ്ങും സ്ക്രാച്ചസ് ഒക്കെ ഇതിൽ വരുന്നത് തികച്ചും സ്വാഭാവികമാണ് കേട്ടോ. ഇതേപോലെ കണ്ടോ, ബോഡിയിൽ അവിടെ ഇവിടെയായിട്ട് ഈ ബുട്ട വരുള്ളൂ. ബോർഡേഴ്സ് ഇതിൻ്റെ ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു ട്രഡീഷണൽ വൈബിന് പറ്റിയ ഒരു സാരിയാണ്. ഇതേപോലെ വരും, ഞൊറിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ സാരി. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലെ ഒരു ഗ്രീനും യെല്ലോയും മിക്സ് ആയ പോലത്തെ ഒരു കളറ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. ബോർഡേഴ്സ് ഒരു ബ്രൗണിഷ് ടോണിലാണ് കേട്ടോ. ഇതേപോലെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാവർക്കും ചേർന്ന് പോകുന്ന കളേഴ്സുമാണ്. ആ ഒരു പാറ്റേണും സൂപ്പർബാണ്. നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സാരീസാണ് കേട്ടോ. ഇതേപോലെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരിക. വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ല, ഇതിൻ്റെ ബോർഡർ കളർ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വെയർ ചെയ്താലും എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർബായിരിക്കും. ഇതേപോലെ സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് വരുന്നത് 1650. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതേപോലെ ഒരു ബേജ് ഷെയ്ഡ്, ചിക്കു ബേജ് ഷെയ്ഡിൽ ഗംഗാ ജമുന ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൺ സൈഡിൽ ഇതേപോലത്തെ ഒരു ബ്ലാക്ക് അല്ല, ഒരു എന്താ പറയുക, ഇതേപോലത്തെ ഒരു കളറാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ വൺ സൈഡ് ഇതേപോലെ, ഇതും ഇങ്ങനെ ടു ബ്രൈറ്റ് അല്ല, പക്ഷേ ഈ ഒരു കളറിനോട് ഇങ്ങനെ മെർജ് ചെയ്ത് പോകുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ചില സാരീസിന് ടാസിലുള്ളൂ കേട്ടോ, ചിലതിന് ഇല്ല. ഇതും ടാസിലില്ലാതെ വന്നിട്ടുള്ളത്. കണ്ടോ, വെയർ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സാരി. വള്ളയറിലിട്ടാലും ഞൊറിഞ്ഞിട്ടാലും ഒക്കെ സൂപ്പർബാണ് കേട്ടോ. പല്ലു ഇങ്ങനെ വരിക. ബ്ലൗസ് എല്ലാത്തിൻ്റെയും റണ്ണിങ് വിത്ത് ബോർഡർ ആയിട്ടാണ് വരിക കേട്ടോ. വെയർ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. ഇത് നമ്പർ 6 ആണ്. ഇതേപോലെ വരിക. നല്ലൊരു ലൈറ്റ് ഗ്രീൻ വിത്ത് ഒരു ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണത്. ഇതേപോലെ കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബോർഡേഴ്സ് ഇതേപോലെ വരും. ആൻഡ് പല്ലു ഇങ്ങനെയാണ് വരുന്നത്.
വിത്ത് ടാസിലായിട്ട് നല്ല രസമാണ് കാണാൻ. നല്ലൊരു പ്ലസൻറ്റ് ഷെയ്ഡാണ്. ഒരു ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഇത് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ. അടുത്തത് നമ്പർ 7 ആണ്. ഇതേപോലെ ലൈറ്റ് ഗ്രീൻ, നേരത്തേനേക്കാളും ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള ഗ്രീൻ വിത്ത് ഒരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു പീകോക്ക് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ബോർഡർ. ഇതേപോലെ വരിക കേട്ടോ. നല്ല ഭംഗിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ. പല്ലു ഇതേപോലെ വിത്ത് ടാസിൽസ്. ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് മിക്കതിലും. ആ ഒരു ടിൻറ്റ് പോലെ ഇങ്ങനെ വരും, ഡബിൾ ഷെയ്ഡിൻ്റെ കേട്ടോ. ബ്ലൗസ് ഇതേപോലെ വിത്ത് ബോർഡർ. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് സാരിയും കൂടി സ്റ്റൈൽ ചെയ്ത് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ കൂടെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് സൂപ്പർബായിരിക്കും കേട്ടോ. അടുത്തത് സാരി നമ്പർ 8 ആണ്. നല്ലൊരു യെല്ലോ, മാമ്പഴ മഞ്ഞ കളർ എന്ന് പറയില്ലേ, ആ ഒരു യെല്ലോ ആണ്. അതിന് ഇതേപോലത്തെ ഒരു പീച്ച് പിങ്ക് ടോണിലാണ് ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ വരും ഉടുത്ത് വരുമ്പോൾ. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ. ഇത് ഉടുക്കുമ്പോൾ നമുക്ക് ഫേസിലോട്ടും ഒരു ഭംഗിയാണ് കേട്ടോ. പല്ലു ഇങ്ങനെ വരിക. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് കേട്ടോ. ഇതിനും ടാസിൽസ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, പ്ലെയിൻ വിത്ത് ബോർഡർ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ തന്നെ അടുത്തൊരു വേരിയേഷനാണ്. ഇത് യെല്ലോ വിത്ത് ഒരു റെഡ് ഷെയ്ഡാണ് ബോർഡേഴ്സ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബുട്ടാസും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഗംഗാ ജമുന ബോർഡർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ വൺ സൈഡ് ബ്രൗണും വൺ സൈഡ് റെഡും ആണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. വൺ സൈഡ് ഇതേപോലെ, വൺ സൈഡ് ഇങ്ങനെ. നല്ലൊരു ട്രഡീഷണൽ ലുക്കാണ്. പ്രത്യേകിച്ചും ഈ ഗംഗാ ജമുന ബോർഡറും കൂടെ വരുമ്പോൾ ഇതേപോലെ വരും. പല്ലു ഇങ്ങനെ വരുന്നത്. ബ്ലൗസ് റണ്ണിങ് ആയിട്ട് കേട്ടോ. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇത്തിരിയും കൂടെ കണ്ടോ, വേറൊരു യെല്ലോ, പല ടൈപ്പിലുള്ള യെല്ലോ ആണ്. ഇതിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. ഒരു പീകോക്ക് പാറ്റേണും ഒരു മാംഗോ പാറ്റേണും ആണ്. ഇങ്ങനെ കണ്ടോ, ഇതേപോലെ ബോർഡേഴ്സ്. ഓറഞ്ചിഷ് ആ ഒരു കളറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. യെല്ലോ ഓറഞ്ച് മിക്സ് ടോൺ വിത്ത് ബ്രൗൺ കളർ ബോർഡർ. ഇതേപോലെ സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ വരുന്നു കേട്ടോ, വിത്ത് ടാസിൽ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. നല്ല ബ്രൈറ്റ് ഡാർക്ക് ടോൺസ് ഒക്കെ വേണ്ടവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയാണ് ആ ഒരു കളർ കോമ്പിനേഷൻ. ഇതേപോലെ വരും. അടുത്തത് നമ്പർ 12 ആണ്. ഇത് 1450 ആണ് കേട്ടോ വരുന്നത്. ഇന്നത്തെ വീഡിയോയിലെ എല്ലാ സാരീസും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെ സാരി വരുന്നത്. നല്ലൊരു സ്പെഷ്യൽ ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കും. വയലറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ്. അതിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ ഒരു ലൈറ്റർ ടോണിലാണ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ ആ ഒരു കോമ്പിനേഷൻ കാണാൻ. നമ്പർ 12 ആണ് കേട്ടോ. ഇതേപോലെ സാരി വരിക. കണ്ടോ, പല്ലു ഇതേപോലെ. ഇത് പ്ലെയിൻ ആണ് കേട്ടോ. ഇതിൻ്റെ ബോഡിയിൽ ബുട്ടാസൊന്നും വരുന്നില്ല. 1450 ഫ്രീ ഷിപ്പിങ്ങിലാണ് സാരി വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും, ഉടുക്കാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ നമ്പർ 12. അടുത്തത് നമ്പർ 13 ആണ്. ഇതേപോലെ നല്ലൊരു ഡീപ്പർ ടോണിൽ, ഒരു ബ്രൗൺ ആണോ വയലറ്റ് ആണോ എന്നൊക്കെ തോന്നിക്കണ പോലത്തെ ഒരു കളർ, ബ്രൗണിഷ് ടോണാണ് തോന്നുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ബോർഡർ, ആ ഒരു ലൈറ്റ് ഷെയ്ഡ്. നമ്പർ 13 ഇതേപോലെ വരും. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. പല്ലു ഇതേപോലെ വരും. ആൻഡ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ. നല്ല ഭംഗിയായിരിക്കും ഇത് വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, ഇതിൽ സ്ലൈറ്റായിട്ടൊരു മെറൂണും വയലറ്റും ഒക്കെ അല്ല, സ്ലൈറ്റായിട്ട് ബ്രൗണും വയലറ്റും മിക്സായ പോലത്തെ കളർ പോലെയൊക്കെ തോന്നും ആ ഒരു ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ. കണ്ടോ, നല്ല ഭംഗിയാണ് വെയർ ചെയ്ത് വരുമ്പോൾ. പല്ലു ഇതേപോലെ സിമ്പിളായിട്ട്. റേറ്റ് 1450.
അടുത്തത് നമ്പർ 14 ആണ്. ഇതിൻ്റെയും ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ കളറാണ്. കണ്ടോ, ഒരു എന്താ പറയുക, ഒരു മെറൂണും ബ്ലൂവും ഒക്കെ മിക്സ് ആയ പോലത്തെ, അങ്ങനെ ഡബിൾ ത്രെഡ് വെച്ചിട്ടൊക്കെ വീവ് ചെയ്തിട്ടുള്ള, ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് വെച്ചിട്ട് കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ ബോർഡേഴ്സ് നല്ലൊരു ബ്രൈറ്റർ മജന്ത കളറിൽ ഇതേപോലെയാണ് ബോർഡേഴ്സ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ, നല്ല കളറും. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് ഈ സെയിം കളറ് റണ്ണിങ് തന്നെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് വരുന്നത് 1450. അടുത്തത് നമ്പർ 15. ഇതേപോലെ ബോർഡേഴ്സ്. ഇതും ഒരു യെല്ലോ ആൻഡ് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു വുഡിൻ്റെ ഒക്കെ ഒരു കളർ തോന്നിക്കുന്ന, എന്നാൽ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന, കണ്ടോ ആ ഒരു പിങ്കും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. സ്പെഷ്യൽ കളറാണ്. കണ്ടോ, ഇതേപോലെ വരും. ആൻഡ് ബോർഡേഴ്സ് ഒരു രക്ഷയില്ല. കണ്ടോ, ആ ഒരു കോൺട്രാസ്റ്റ് ബ്രൈറ്റർ ടോൺ ബോർഡേഴ്സ് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. പല്ലു ഇങ്ങനെ വരും. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. എടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. റേറ്റ് 1450. പിന്നെ ഒരു 2-3 റേഞ്ചിൽ വരുന്നുണ്ട്. എൻക്വയറി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എമൗണ്ട് പറയാം. ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ഓരോരുത്തരുടെ മൊബൈലിൻ്റെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് നേരിയ ഡിഫറൻസ് ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.